ട്രിനിറ്റി വോയിസ്. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകിരിയിൽ. എൻ സഹായോ വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായോ വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഇസ്രായേലിൽ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവയൻ പാലകൻ താനില്ലെനിക്ക് ഖേദമൊട്ടും. യഹോവയൻ പാലകൻ താൻ ഇല്ലെനിക്കു ഖേദമൊട്ടും. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകിരിയിൽ. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോകാം. ഉൽപ്പത്തി ഓർ ജനസിസ്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 10-ാമത് വാക്യം. ജനസിസ് ചാപ്റ്റർ 16 വേഴ്സ് 10. യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളത് ആയിരിക്കും. And the angel of the Lord said unto her, I will multiply thy seed exceedingly, that it shall not be numbered for multitude. സെക്കൻഡ് സെഷൻ റിക്വയറൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൻ ലൈഫിലേക്ക്. ബാപ്റ്റിസം ഈസ് പ്രഗ്നൻറ്റ് വിത്ത് മീനിങ്. യുവർ ബാപ്റ്റിസം ഡിക്ലെയർസ് യുവർ ഫെയ്ത്ത്, ഷെയർസ് ക്രൈസ്റ്റ് ബെറിയൽ ആൻഡ് റിസറക്ഷൻ, symbolizes your death to your old life and announces your new life in Christ. It is also celebration of your inclusion on God's family. Your baptism is a physical picture of the spiritual truth. It represents what happened the moment God brought you into his family. Some of you are Jews, some are Gentiles, some are slaves and some are free, but we have all been baptized into Christ's body by one Spirit, and we have all received the same Spirit. ഇനി തേർഡ് സെഷനിലേക്ക് പോകാം. പ്രോവർബ്സ് ഓർ സദൃശവാക്യങ്ങൾ. പ്രോവർബ്സ് ചാപ്റ്റർ 14 വേഴ്സ് 27. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായത്തിൻ്റെ 27-ാമത് വാക്യം. യഹോഭക്തി ജീവൻ്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിൻ്റെ കണികളെ ഒഴിഞ്ഞു പോകും. ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് എ ഫൗണ്ടൻ ഓഫ് ലൈഫ്, ടു ഡിപ്പാർട്ട് ഫ്രം ദ സ്നേഴ്സ് ഓഫ് ഡെത്ത്. ഫോർത്ത് സെഷൻ മാത്യു ഓർ മത്തായി. മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 3. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 3-ാമത് വാക്യം. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? ആൻഡ് വൈ ബിഹോൾഡസ്റ്റ് ദോ ദ മോട്ട് ദാറ്റ് ഈസ് ഇൻ ദൈ ബ്രദേഴ്സ് ഐ, ബട്ട് കൺസിഡറസ്റ്റ് നോട്ട് ദ ബീം ദാറ്റ് ഈസ് ഇൻ ദൈൻ ഓൺ ഐ. ഇനി നമുക്ക് വായന ഭാഗം നോക്കാം. യേശുവിൻ്റെ അവസാന നിർദ്ദേശങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ പോകുന്നത്. ആ ഒരു സന്ദർഭം മത്തായി 28-16 മുതൽ 20 വരെയും 2 വായനാഭാഗമുണ്ട്. നമ്മളതൊക്കെ വായിച്ചു നോക്കുമ്പോഴാണ് ഇതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. 2 എണ്ണം ഉണ്ട്. ഒന്ന് അപ്പോസ്തല പ്രവർത്തനം 1-8,
11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു നിർദ്ദേശിച്ചിരുന്ന മലയിലേക്ക് ചെന്നു. അവൻ അവർക്ക് പ്രത്യക്ഷനായപ്പോൾ അവർ അവനെ ആരാധിച്ചു. എങ്കിലും ചിലർക്ക് സംശയങ്ങളുണ്ടായി. യേശു അവരുടെ അടുത്തേക്ക് വന്ന് അവരോട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സർവാധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പോയി എല്ലാ ജനതകളെയും എൻ്റെ ശിഷ്യരാക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുക. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുക. ഞാൻ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തിയാൽ നിറയും. എന്നെക്കുറിച്ചുള്ള സത്യം നിങ്ങൾ യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ലോകത്തിൻ്റെ അറ്റത്തോളവും അറിയിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടൻസ് നോക്കാം. ഉൽപ്പത്തി പുസ്തകം ഫസ്റ്റ് സെഷൻ. യഹോവയുടെ ദൂതൻ പിന്നെ അവളോട്, ഞാൻ നിന്റെ സന്തതി ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും. അപ്പം യഹോവയുടെ ദൂതൻ പറഞ്ഞ ആ ഭാഗമാണ് നമുക്കിവിടെ മനസ്സിലാക്കുന്നത്. അവളോട്, ഞാൻ നിന്റെ സന്തതി ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതും ആയിരിക്കും എന്ന് നമുക്ക് നേരത്തെ തന്നെ ഒരു വാക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. പിന്നെ അതിൻ്റെ ഇംഗ്ലീഷ് പോർഷൻ നോക്കാം. ആൻഡ് ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് സെഡ് അൺടു ഹെർ, ഐ വിൽ മൾട്ടിപ്ലൈ ദൈ സീഡ് എക്സീഡിംഗ്ലി, ദാറ്റ് ഇറ്റ് ഷാൽ നോട്ട് ബി നമ്പേർഡ് ഫോർ മൾട്ടിറ്റ്യൂഡ്. സെക്കൻഡ് സെഷനിൽ നോക്കാം. ബാപ്റ്റിസം ഈസ് പ്രഗ്നൻറ്റ് വിത്ത് മീനിങ്. യുവർ ബാപ്റ്റിസം ഡിക്ലെയർസ് യുവർ ഫെയ്ത്ത്, ഷെയർസ് ക്രൈസ്റ്റ് ബറിയൽ ആൻഡ് റിസറക്ഷൻ, symbolizes your death to your old life and announces your new life in Christ. It is also celebration of your inclusion of God's family. നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം. പ്രൊവർബർ സദൃശവാക്യങ്ങൾ. യഹോഭക്തി ജീവൻ്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിൻ്റെ കണികളെ ഒഴിഞ്ഞു പോകും. അപ്പോൾ യഹോഭക്തിയോടുകൂടി ആര് ജീവിച്ചാലും അവർക്ക് ജീവൻ്റെ ഉറവാകുന്നു എന്നാണ് പറയുന്നത്. അതിനാൽ മരണത്തിൻ്റെ കണികളെ ഒഴിഞ്ഞു പോകും. മരണത്തിൻ്റെ എന്തെങ്കിലും കണികളുണ്ടെങ്കിൽ അതെല്ലാം ഒഴിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് പോർഷൻ നോക്കാം. ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ഫൗണ്ടൻ ഓഫ് ലൈഫ്, ടു ഡിപ്പാർട്ട് ഫ്രം ദ സ്നേയേഴ്സ് ഓഫ് ഡെത്ത്. ഫോർത്ത് സെഷൻ, മാത്യു ഓർ മത്തായി. എന്നാൽ സ്വന്തം കണ്ണിലെ കോലോർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്ന എന്ത്? അപ്പോൾ സ്വന്തം കണ്ണിൽ കരട് ഇങ്ങനെ കോല് കിടക്കുകയാണ്, അതുപോലും ഓർക്കാതെ ചിലരൊക്കെ എന്ത് ചെയ്യും? സഹോദരൻ്റെ കണ്ണിലെ കരട് പോയി എടുക്കാൻ നോക്കും. അതങ്ങനെ പാടില്ലെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. ആൻഡ് വൈ ബിഹോൾഡേഴ്സ് ദോ ദ മോട്ട് ദാറ്റ് ഈസ് ഇൻ ദൈ ബ്രദേഴ്സ് ഐ, ബട്ട് considerest not the beam that is in thine own eye. അപ്പം നമ്മുടെ എല്ലാ സെഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.